നമസ്കാരം, ന്യൂസ് അറ്റ് 25ലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണമാറ്റമുണ്ടാകുമെന്ന് പ്രവചിച്ച ലോക് പോൾ പുറത്തുവിട്ട പ്രീ ഇലക്ഷൻ സർവേ ഫലങ്ങൾ ഭരണകക്ഷിയായ LDF-ന് പിന്നിലാക്കി UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി കോൺഗ്രസ് നേതാക്കൾ നാളെ ഡൽഹിയിലേക്ക്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരാണ് ഡൽഹിയിലേക്ക് തിരിക്കുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളുമായി ചർച്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തവനൂർ മണ്ഡലത്തിൽ നിന്ന് KT ജലീൽ മത്സരിക്കില്ല. പകരം LDF സ്ഥാനാർത്ഥിയായി SFI-യുടെ ദേശീയ പ്രസിഡന്റായ VP സാനു മത്സരിക്കും. തവനൂരിൽ VP സാനു മത്സരിച്ചാൽ മതിയെന്നാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റിലെ തീരുമാനം. തവനൂരിലും പൊന്നാനിയിലും KT ജലീലിനെ പരിഗണിച്ചില്ലെന്നാണ് വിവരം. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാനെ സഹായിച്ച് വീണ്ടും പോലീസ്. തുടരന്വേഷണത്തിലും തെളിവില്ലെന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കണ്ടെത്തി. എന്നാൽ കേസ് എഴുതിത്തള്ളുന്നതിനുള്ള തുടരന്വേഷണ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് മേധാവി മടക്കി. അന്വേഷണ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് മടക്കിയത്. ICUവിൽ ചികിത്സയിൽ കഴിഞ്ഞ ആരോഗ്യമന്ത്രിക്കൊപ്പം സെൽഫി എടുത്തവർക്കെതിരെ കടുത്ത നടപടിയില്ല. അറിയാതെ സംഭവിച്ചത് ക്ഷമിക്കാമെന്ന് മന്ത്രി. ആരോഗ്യ പ്രവർത്തകർക്ക് എതിരായ നടപടി ശാസനയിൽ അവസാനിപ്പിച്ച് പരിയാരം മെഡിക്കൽ കോളേജ്. കൊല്ലത്തെ ഇരവിപുരം സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ RSPയിൽ പൊട്ടിത്തെറി. ഇരവിപുരം മണ്ഡലം സെക്രട്ടറി N നൌഷാദ് രാജിവെച്ചു. രാജി സംബന്ധിച്ചുള്ള വിവരം സംസ്ഥാന സെക്രട്ടറി AA അസീസിനെ നൌഷാദ് ഫോണിലൂടെ അറിയിച്ചു. നഗരൂരിൽ പോലീസിനെ DYFI പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ. ആർക്കും കൊട്ടാവുന്ന ചേണ്ടയല്ല പോലീസെന്നും പോലീസ് ഉദ്യോഗസ്ഥരോടുള്ള പേക്കൂത്ത് ഖേദകരമാണെന്നും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. തിരുവനന്തപുരം നഗരൂരിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ 2 DYFI പ്രവർത്തകർ കസ്റ്റഡിയിൽ. രതീഷ്, വിഷ്ണു എന്നിവരെയാണ് പിടികൂടിയത്. സംഭവത്തിൽ 9 പേരെ പ്രതി ചേർത്തായിരുന്നു FIR രജിസ്റ്റർ ചെയ്തത്. കൊലപാതക ശ്രമക്കേസിൽ 20 വർഷം തടവ് ശിക്ഷ അനുഭവിക്കുന്ന CPM നേതാവ് VK നിഷാദ് പരോൾ ചട്ടം ലംഘിച്ച് പാർട്ടി യോഗത്തിൽ പങ്കെടുത്തത് വിവാദമാകുന്നു. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് ശിക്ഷിക്കപ്പെട്ട പ്രതി സജീവമായി പങ്കെടുത്തത്. കേരള സ്റ്റോറി 2ാം ഭാഗത്തിനായി നിശ്ചയിച്ചിരുന്ന കോഴിക്കോട്ട് ആദ്യ ഷോ റദ്ദാക്കി. റീഗൽ സിനിമാസിൽ 10 മണിക്കാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് 2 പേർ മാത്രമാണ്. പ്രേക്ഷകർ എത്താത്തതായതോടെ ചിത്രത്തിന്റെ ആദ്യ ഷോ റദ്ദാക്കുകയായിരുന്നു. വിവാദ ചിത്രമായ കേരള സ്റ്റോറി 2 ഉറപ്പായും കാണുമെന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ. സിനിമ എത്ര പേർ കണ്ടു എന്നതല്ല, എന്ത് ചർച്ച ചെയ്യുന്നു എന്നതാണ് പ്രധാനം. സിനിമയിൽ പ്രതിപാദിക്കുന്ന പോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ടെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. വിവാദ സിനിമ കേരള സ്റ്റോറി 2ന്റെ റിലീസിൽ പ്രതിഷേധിച്ച് DYFI നടത്തിയ വ്യാപക പ്രതിഷേധത്തിൽ കണ്ണൂരിൽ സിനിമയുടെ പ്രദർശനം റദ്ദാക്കി. കണ്ണൂരിൽ ലിബർട്ടി തിയേറ്ററിലാണ് പ്രദർശനം റദ്ദാക്കിയത്. DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയ് വർക്കലയിൽ മത്സരിക്കുന്നതിൽ CPM സംസ്ഥാന നേതൃത്വത്തിന് എതിർപ്പ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് കർശന നിലപാട് സ്വീകരിക്കുന്നത്. CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ പ്രതിഷേധവും ഇറങ്ങിപ്പോക്കും. ധനരാജ്, രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെയുള്ള കണക്ക് അവതരിപ്പിക്കണമെന്ന് അംഗങ്ങളിൽ ചിലർ ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് വാക്കേറ്റമുണ്ടായി. വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന യോഗത്തിൽ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലും പാലക്കാട് MP VK ശ്രീകണ്ഠനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. അടൂരിലെ സ്വകാര്യ ഹോട്ടലിലായിരുന്നു കൂടിക്കാഴ്ച. ദീർഘനേരം നീണ്ടുനിന്നതായിരുന്നു കൂടിക്കാഴ്ച. സംരക്ഷിത വന്യജീവി ഇനത്തിൽപ്പെട്ട മുള്ളൻ പന്നിയെ തല്ലിക്കൊന്ന സംഭവത്തിൽ വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് വനം വകുപ്പ്. തുടർച്ചയായി നിയമ സംവിധാനങ്ങളെ വെള്ളനാട് ശശി വെല്ലുവിളിച്ചിട്ടും പോലീസ് പാർട്ടി നടപടികൾ ഉണ്ടാകുന്നില്ല എന്നും ആരോപണം ഉയർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യാക്കോബായ സഭ നേതൃത്വവും തമ്മിൽ നടത്തിയ ചർച്ചയിൽ പ്രതികരണവുമായി ഓർത്തഡോക്സ് സഭ. മലങ്കര സഭ ഭിന്നിക്കരുതെന്ന പ്രധാനമന്ത്രിയുടെ നിലപാട് സ്വാഗതാർഹമെന്ന് കത്തോലിക്ക ബാവ പറഞ്ഞു. സഭാ സമാധാനത്തിന് മറ്റെങ്ങും പോകേണ്ടതില്ലെന്നും ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയാൻ കത്തോലിക്ക ബാവ പറഞ്ഞു. റെയിൽവേ ആപ്പായ UTS ഓൺ മൊബൈൽ ആപ്പ് ശനിയാഴ്ച വരെ മാത്രം. മാർച്ച് 1 മുതൽ കിട്ടില്ല. ആപ്പ് റെയിൽവേ പിൻവലിക്കുകയാണ്. 1 മുതൽ റെയിൽവേ 1-ലായിരിക്കും എല്ലാ സേവനങ്ങളും. 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിലെത്തും. രാത്രി 9-ന് എത്തുന്ന മോദി ഇന്ന് ചെന്നൈയിൽ തങ്ങും. നാളെ രാവിലെ 11:45-ന് പുതുച്ചേരിയിൽ 2700 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ഇറാനുമായുള്ള ചർച്ചകളിൽ സന്തുഷ്ടനല്ലെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ വേണ്ടി വന്നേക്കുമെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ തിരിച്ചടി കൂടുതൽ രാജ്യങ്ങളിലേക്ക്. ഇസ്രായേലിൽ അതിശക്ത ആക്രമണം നടത്തിയതിന് പിന്നാലെ ബഹ്റൈനിലും ഇറാൻ ആക്രമണം നടത്തി. പുതുതായി അടിച്ച കറൻസിയുമായി പോകുകയായിരുന്ന ബൊളീവിയൻ എയർഫോഴ്സ് വിമാനം തകർന്നു വീണു. അപകടത്തിൽ 15 പേർ കൊല്ലപ്പെട്ടു. ബൊളീവിയൻ തലസ്ഥാനമായ ലാപാസിന് സമീപം എൽ ആൾട്ടോ നഗരത്തിലെ തിരക്കേറിയ ഹൈവേയിലാണ് വിമാനം തകർന്നു വീണത്.
T20 ലോകകപ്പിലെ സെമിഫൈനലിൽ ലക്ഷ്യമിട്ട് ഇന്ത്യ നാളെ വെസ്റ്റ് ഇൻഡീസിനെ നേരിടുമ്പോൾ സിംബാബ്വെക്കെതിരെ കളിച്ച ടീമിൽ മാറ്റമുണ്ടാകുമോ എന്ന ആകാംക്ഷ. ഈഡൻ ഗാർഡൻസിലെ റണ്ണൊഴുകുന്ന പിച്ചിൽ നടക്കുന്ന ഈ മത്സരം ഇരു ടീമുകൾക്കും നിർണായകമാണ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിലെ പുതിയ രാജാക്കന്മാരായി ജമ്മു കാശ്മീർ. കർണാടകയ്ക്കെതിരായ മത്സരം സമനിലയിലെങ്കിലും ഒന്നാം ഇന്നിംഗ്സ് ലീഡിന്റെ കരുത്തിലാണ് ജമ്മു കാശ്മീർ കിരീടം നേടിയത്. പൃഥ്വിരാജിനൊപ്പം 60 പുതുമുഖങ്ങളെ അണിനിരത്തി വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന സന്തോഷ് ട്രോഫിയുടെ ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങി. പ്രശസ്ത നിർമ്മാതാക്കളായ ലിസ്റ്റിൻ സ്റ്റീഫനും സുപ്രിയ മേനനും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം പൃഥ്വിരാജ് പ്രൊഡക്ഷനുമായി ചേർന്നുള്ള വിപിൻ ദാസിന്റെ സംവിധാന ചിത്രമാണിത്. ഇതോടെ ന്യൂസ് 25 പൂർണ്ണമാകുന്നു. നമസ്കാരം.